ഒരാഗ്രഹവും ഇല്ല. എന്ത് വന്നാലും ഏറ്റെടുക്കണം. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. കേരളത്തിന്റെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ സംസ്ഥാന സർക്കാരുമായി പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ കഴിഞ്ഞ മന്ത്രിക്കുണ്ടായിരുന്നു. ആ അഭിപ്രായ ഭിന്നതയൊന്നും ഇല്ലാതെ നല്ല ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പോകുന്ന അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാ മതി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, തമിഴ്നാടിന് വേണ്ടി. ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ചു നിൽക്കും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. ഇങ്ങോട്ട് അത് മുടക്കാനായിട്ട് വരാതിരുന്നാ മതി, അത്രയേ ഉള്ളൂ. കിട്ടണം. അയ്യോ, എനിക്കറിയത്തില്ല. എന്താ പോലും നിങ്ങൾ അങ്ങനെയാ പറയുന്നത്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. മീഡിയ വൺ വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഒന്നുകൂടി ഉറപ്പിച്ചു. താങ്ക് യു. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. താങ്ക് യു. വാട്ട് ഈസ് റോങ്? എന്തോന്ന് പോലും? നിങ്ങൾ എന്താ ചോദിച്ചേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അതല്ല, സഹമന്ത്രി സ്ഥാനം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.